മനുഷ്യരായ നമ്മളിൽ ഒരു ഊർജ്ജമുണ്ട്, അല്ലെങ്കിൽ എനർജി ഉണ്ട്. പണം ഇതുപോലെ ഒരു എനർജിയാണ്, അഥവാ ഊർജ്ജമാണ്. ആ ഒരു വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് പണം നമ്മളിലേക്ക് ഒരു കറൻസിയുടെ രൂപത്തിൽ, അല്ലെങ്കിൽ കോയിൻ്റെ രൂപത്തിൽ, ബാങ്ക് ബാലൻസിൻ്റെ രൂപത്തിൽ വരുന്നത്? നമ്മളിലെ ഊർജം ഉപയോഗിക്കപ്പെടുമ്പോൾ മാത്രം. അതായത് നമ്മളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ റിയാക്ഷനും ആക്ഷനും സംസാരവും, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ അതെല്ലാത്തിൽ നിന്നും ഒരു ഊർജം വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ശമ്പളം കിട്ടണം, അല്ലേ? പക്ഷെ ഇവിടെ പരിമിതികളുണ്ട് പണത്തിന്. നമ്മളുടെ ജോലി എന്നാണ് നമുക്ക് ഇത്ര ശമ്പളമുള്ളൂ, അത് വെച്ച് നമുക്ക് ഇത്ര കിട്ടുള്ളൂ, ഇത്ര പണമേ എനിക്ക് കിട്ടുള്ളൂ, അതിനുള്ള അർഹത എനിക്കുള്ള, അതിനുള്ള വിദ്യാഭ്യാസമുള്ള, അതിനുള്ള ക്വാളിറ്റികൾ. ഇതാണ് നമ്മൾ വിശ്വസിച്ചേക്കുന്നത്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ പണത്തെക്കുറിച്ച് നമ്മൾ കുറേയധികം തെറ്റിദ്ധാരണകൾ നമ്മളുടെ മൈൻഡിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത് കൊണ്ടാണ്